നമസ്കാരം, എൻ്റെ പേര് തേജസ്വിനി ബാല. ഞാൻ കേരളത്തിലെ വയനാട് ജില്ലയിലെ GVHS അമ്പലവയലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമസ്കാരം, ഞാൻ ആമി നസൻ. കേരളത്തിലെ വയനാട് ജില്ലയിലെ GVHS അമ്പലവയലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവതരിപ്പിക്കാൻ പോകുന്നത് സിമ്മിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥ ഗവേഷണ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഞങ്ങളുടെ കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥയുമായി ലഭ്യമായ വിവരങ്ങളുടെയും പ്രാദേശികമായി ലഭ്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് സാധാരണക്കാർക്ക് എല്ലാ ഘട്ടത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിട്ടിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഞങ്ങളുടേതായ ഒരു വ്യക്തി അതിലേക്ക് പകർത്തുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഞങ്ങളുടെ വയനാട് ജില്ലയിൽ ഈയിടെയായി നിരന്തരമായി ഒന്നിനുപിറകെ ഒന്നായി കാലാവസ്ഥാ വ്യതിയാനം പൊതുസ്ഥലങ്ങളിൽ പല ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഞങ്ങളിവിടെ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്നു. QR കോഡ് വഴി പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും സാധാരണക്കാർക്ക് മൊബൈൽ ഫോൺ വഴി കാലാവസ്ഥാ വിവരങ്ങൾ ലഭിക്കാവുന്നതും ആണ്. ഇതിലൂടെ ഞങ്ങൾ എന്താണ് സാധ്യമാക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം ഇതിന്റെ 1ാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സാധ്യത കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥയുടെ വേഗതയുടെ കയ്യിൽ നിന്നും ഇതെടുക്കാണോ? ഈ QR കോഡിലൂടെ ഞങ്ങൾ എന്താണ് സാധ്യമാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, മഴയ്ക്കുള്ള സാധ്യത, കാറ്റിൻ്റെ വേഗത, അന്തരീക്ഷത്തിലെ കാലാവസ്ഥ മാറ്റങ്ങൾ എന്നിവ വളരെ പെട്ടെന്ന് എളുപ്പമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന കാലാവസ്ഥ ദുരന്തങ്ങളെയും അതുപോലെ അത് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെയും തടയാനും അതിജീവിക്കാനും ഈ പ്രൊജക്റ്റ് സഹായകരമാകുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ എല്ലാ സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് വളരെ ഉപയോഗപ്രദമായ രീതിയിലാണ് ഞങ്ങളിത് നിർമ്മിച്ചിരിക്കുന്നത്.